നമ്മുടെ മിക്കവാറും എല്ലാ MP മാരെയും സസ്പെൻഡ് ചെയ്തു. എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ഈ രാജ്യം ഭരിക്കുന്നവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും നമ്മൾ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയോളം തന്നെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് 2 ചെറുപ്പക്കാർ ചാടി വരികയാണ്. അവർ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല, MP മാരിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അവരെ പിടിച്ചു നിർത്തുന്നത് MP മാര് തന്നെയാണ്. പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി നിയമപരമായ നടപടികൾ മുന്നോട്ട് പോയിട്ട്. പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കും എന്താണ് സംഭവിച്ചത്? ഇവരാരായിരുന്നു? എന്തിനു വന്നു? എങ്ങനെ കടന്നു കയറി? ആരുടെ തെറ്റാണ് എന്ന് രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ MP മാരോടും പറയുവാൻ എന്തിനു ലജ്ജിക്കണം? എന്തിനു ഒളിച്ചോടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിപക്ഷത്തുള്ള മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ ഏതാണ്ട് മുഴുവൻ MP മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകാം എന്ന് ആരും കരുതുന്നില്ല. BJP നടത്തുന്ന ഭരണത്തിൽ ഇപ്പൊ ഞാൻ കേരള നിയമസഭയിൽ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ ഇത് കണക്ക് ഒരു ബഹളം നടന്നാൽ ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്താണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശം MP മാർക്കുണ്ട്. MP മാർക്ക് മാത്രമേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഹൈ സെക്യൂരിറ്റി ഏരിയ പാർലമെന്റിനുള്ളിൽ ഈ പുക വന്നു എന്ന് പറയുന്നത്, ഈ പുക ഒരു വിഷപ്പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിറമുള്ള പുകയിൽ ഒതുങ്ങിയെന്ന് പറയുന്നത്, പക്ഷെ വിഷമുള്ള ഒരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നുമായിരിക്കും ഇന്ത്യൻ? പുക വന്നു, ആ പുക വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ രംഗം എന്തായിരുന്നു? എത്ര MP മാർക്ക് അപകടം സംഭവിക്കുമായിരുന്നു? അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച നടക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ആരുടെ വീഴ്ചയാണ്? അവരുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഈ വന്നവരാരാണ്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ ഇന്ത്യയിലെ പാർലമെന്റിൽ പോകുന്ന MP മാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട്, അധികാരമുണ്ടോ ചോദിക്കാൻ. അത് ചോദിക്കുന്നവരെല്ലാം സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യത്തിന്റെ ചിറക്, 2 ചിറകൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചിറകടിച്ചാലേ ജനാധിപത്യം മുന്നോട്ട് പറക്കൂ. ഒരു ചിറക് അങ്ങ് അരിഞ്ഞാൽ കിളി അവിടെ വീഴും. അതാദ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രി തന്നെ വന്ന് പാർലമെന്റിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയെ കുറിച്ച് പറയാൻ. ഇപ്പൊ എനിക്കാണ് വീഴ്ച പറ്റിയെങ്കിൽ ഞാൻ പറയണം. എന്താണ് തെറ്റ്? എവിടെയാണ് ഒളിച്ചു വെക്കുന്നത്? ചെറുപ്പക്കാർ വന്നു, അവർ തീവ്രവാദികളാണോ? അവർ സമരക്കാരാണോ? അവർ വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാരാണോ? അതായത് സമാധാനപരമായിട്ടുള്ള സമരമല്ല. കാരണം പാർലമെന്റിലേക്ക് ചാടി ഇറങ്ങുകയും അവിടെ പുകപടലങ്ങൾ ഉയർത്തുകയും ചെയ്തു. അത് വിഷപ്പുകയല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യം എന്നുള്ള ഒഴിച്ചാൽ ഒരുപാട് പ്രായമുള്ള MP മാരും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പുക, വിഷമുള്ള ഒരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ MP മാരുടെയൊക്കെ സ്ഥിതി? എന്തായിരുന്നു? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ? അത് പറയാനുള്ള ബാധ്യതയിൽ എന്തിന് ഈ സർക്കാർ ഒളിച്ചോടുന്നു നമ്മൾ ചിന്തിക്കണം. ഇതെന്ത് ജനാധിപത്യമാണ്? ബലം പ്രയോഗിച്ച് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി പാസ്സാക്കുക. പൗരത്വ നിയമം കൊണ്ടുവന്നു, കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു. ഇങ്ങനെ ജനദ്രോഹപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് പാർലമെന്റിലുള്ള മഹാഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നയം മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല. എല്ലാവരുടെയും ശബ്ദം, ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്ന് പറയുന്ന എല്ലാ മതസ്ഥരുടെയും, എല്ലാ വിശ്വാസത്തിന്റെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം ഉയരുന്ന ഒരു സംവിധാനമാണ്. എതിർക്കുന്നവന്റെ വായടക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. മതസ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, സമരങ്ങൾ ചെയ്ത് മുന്നേറിയ ഒരു രാജ്യം, ഒരു സംസ്ഥാനം, നമ്മൾ പുറകോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന നയം, ഇപ്പൊ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര നയം തെറ്റ് തന്നെയാണ്. അല്ല, സാമ്പത്തികമായി ഒരു സർക്കാരിനെ ഞെരിച്ച്, സർക്കാരിനെയല്ല ഞെരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളെയാണ് ഞെരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ കഴുത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കഴുത്തി മുറുക്കി പിടിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയോ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ കഴുത്തിലല്ല പിടിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിഴിയും, നിങ്ങളെ ഞെരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ഇടതുപക്ഷ മുന്നണിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധമൊന്നുമല്ല. വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയാണ്.